ഹലോ മക്കളെ, വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു എജ്ബോർഡ്. എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി എജ്ബോർഡിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ മക്കളും ഒരുപക്ഷെ റീൽ കണ്ടിട്ടോ ഷോർട്സ് കണ്ടിട്ടോ വന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം. എന്തായാലും എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങളുടെ പരീക്ഷയ്ക്ക് 8 മാർക്കിനാണ് ഈ ചോദ്യം വരാൻ പോകുന്നത്. ബജറ്റ് ലൈൻ എന്ന് പറയുന്ന ചോദ്യം അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞാൽ അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കണ്ടു തീർക്കുക. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 8 മാർക്കാണ് നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നത്. ഈ 8 മാർക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5 മാർക്കാവും, കാരണം ക്വസ്റ്റ്യൻ്റെ ലെങ്ത്തിനനുസരിച്ച് മാറാറുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണ്ട് മക്കളെ, പരീക്ഷയ്ക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ചോദ്യമോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ചോദ്യമോ ഉണ്ടാവുക. ഇതേ ചോദ്യം എന്ന് ഞാൻ പറയാൻ കാരണം ഒരുപക്ഷെ എന്താണ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരാം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട്. ഒരാളുടെ വരുമാനം, സുധ എന്ന് പറയുന്ന ഒരാളാണ്. അവരുടെ വരുമാനം എന്ന് പറയുന്നതൊക്കെ 400 രൂപ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ട്, എന്താണ്, ആപ്പിളും വാങ്ങണം ഓറഞ്ചും വാങ്ങണം. 2 സാധനം വാങ്ങുന്നത്, ആപ്പിളും വാങ്ങണം ഓറഞ്ച് വാങ്ങണം. നല്ല ആഗ്രഹമാണ് അല്ലേ? മനുഷ്യനുണ്ടാകുന്ന പ്രശ്നം തന്നെയാണത്. നമുക്ക് ആഗ്രഹങ്ങളെ ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സുധ വാങ്ങുന്ന ഈ ആപ്പിളിനും ഓറഞ്ചിൻ്റെ വില കൊടുത്തിട്ടുണ്ട്. ആപ്പിളിൻ്റെ വില എന്ന് പറയുന്നത്, ഓക്കെ, ആപ്പിൾ നമ്മൾ ഗുഡ് 1 എടുക്കുകയാണ്. അതിൻ്റെ വില എന്ന് പറയുന്നത് 80 രൂപയാണ്. എന്നാൽ ഇതേ ഓറഞ്ചിൻ്റെ വില, അഥവാ ഓറഞ്ച് നമ്മൾ ഗുഡ് 2 എന്നെടുക്കുകയാണ്. ഓറഞ്ചിൻ്റെ വില എന്ന് പറയുന്നത് 50 രൂപയാണ്. ഓക്കെ, ഇനി സുധയുടെ വരുമാനം എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ പറയുന്നുണ്ട് സുധയുടെ വരുമാനം എന്ന് പറയുന്നത് 400 രൂപയാണ് സുധയുടെ വരുമാനം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ചോദ്യം എങ്ങനെ ചെയ്യാം. ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം, എളുപ്പമുണ്ട് ഇത് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം ഇങ്ങനെ ഡാറ്റകൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതെങ്ങനെ ചെയ്യണം ഞാൻ പറഞ്ഞുതരാം. അതിനാദ്യമായിട്ട് മക്കളെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറഞ്ഞുതരാം. എജ്ബോർഡിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്, ഇതൊന്നും അല്ലട്ടോ സംഗതി. സംഭവം സിമ്പിളാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടു തീർക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും എക്കണോമിക്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എക്കണോമിക്സ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമോ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 100% ഗ്യാരണ്ടി ആയിരുന്നു ഈ ലെവൽ തന്നെ നിങ്ങൾക്ക് +2 എക്കണോമിക്സ് കംപ്ലീറ്റ് പഠിച്ചു തീർക്കാം. നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് എക്കണോമിക്സ് മാത്രമല്ല, ബാക്കി എല്ലാ സബ്ജക്റ്റും പഠിക്കാൻ പറ്റും. കാരണം അതാണ് മക്കളെ നമ്മുടെ എജ്ബോർഡിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. ഈ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി കിട്ടാൻ പോകുന്ന കുറേ കാര്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചില്ല വേണ്ട, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഏത് കോഴ്സ് പർച്ചേസ് ചെയ്താലും അത് കുറച്ച് ദിവസം കൊണ്ടുപോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഫോണൊക്കെ മാറ്റിച്ച് നമ്മുടെ പിന്നാലെ നമ്മുടെ പണിക്കായിട്ട് നമ്മൾ പോകും. പക്ഷേ ഈ ഒരു പ്രശ്നം ഇവിടെ വരില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നുണ്ടോ, നിങ്ങൾ പഠിക്കുന്നില്ലേ, എന്താണ് പഠിക്കാതെ, നീ എന്താ പഠിക്കാതെ, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നൊക്കെ ചോദിച്ച് നിങ്ങളുടെ പിന്നാലെ ഓടാൻ നിങ്ങളുടെ പാരൻസ് മാത്രമല്ല എജ്ബോർഡിൽ ഒരാൾ കൂടി ഉണ്ടാവും. അയാളുടെ പേരാണ് മെൻറ്റർ എന്ന് പറയുന്നത്. ഈ മെൻറ്റർ സപ്പോർട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് ഒരിക്കൽ പോലും നിങ്ങൾക്ക് വേസ്റ്റ് ആകാൻ പോകുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഇത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. ഈ ഗ്യാരണ്ടിക്ക് എന്തെങ്കിലും ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് മുൻപ് എജ്ബോർഡിൽ പഠിച്ച ഏത് കുട്ടികളോട് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ എജ്ബോർഡിൻ്റെ യൂട്യൂബിൽ ലൈവ് കണ്ട ഏതൊരു കുട്ടിയോട് ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് ഇത് കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ മറക്കണ്ട, എജ്ബോർഡിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ അതിനെന്താ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന ഇറ്റ്സ് മീ സൽസബീൻ PS എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എന്നോട് ചോദിക്കാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാക്കിയുള്ള ഭാഗത്തേക്ക് പോകും. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ ആദ്യം എഴുതി വെച്ച 3 കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മൾ വാങ്ങുന്നത് ആപ്പിളാണ്. ആപ്പിൾ നമ്മൾ ആപ്പിൾ എന്നൊന്നും എഴുതേണ്ട കാര്യമില്ല, നമ്മളതിനെ ഗുഡ് 1 എന്നാണ് എടുക്കുന്നത് അല്ലേ. ഒന്നാമത്തെ വസ്തു നമ്മൾ വാങ്ങുന്ന ഒന്നാമത്തെ വസ്തു, അതിൻ്റെ വില നമ്മളോട് പറഞ്ഞു 80 രൂപയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കിലോഗ്രാമിനാണ് 80 രൂപ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് വാങ്ങുന്നത് ഓറഞ്ചാണ്. ഓറഞ്ചിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗുഡ് 2 അഥവാ രണ്ടാമത്തെ വസ്തു എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നു. ഓറഞ്ചിൻ്റെ വില പറഞ്ഞിട്ടുള്ളത് 50 രൂപയാണ്. 50 രൂപ വരുന്ന ഓറഞ്ചാണ് നമ്മൾ 1 കിലോഗ്രാമിന് വാങ്ങുന്നതെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഈ 2 സാധനങ്ങളുടെയും വിലയെ നമ്മൾ ആദ്യം തന്നെ മാറ്റി എഴുതണം. അത് നമ്മൾ എഴുതേണ്ടത് ആപ്പിളിൻ്റെ വില, അത് ഒന്നാമത്തെ വസ്തു അല്ലേ, അപ്പോൾ അതിന് നമ്മൾ 1 എന്ന് കൊടുക്കും. വിലയെ നമ്മൾ പ്രൈസ് എന്ന് കാണിക്കും. അപ്പോൾ P1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നാമത്തെ വസ്തുവിൻ്റെ വില. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, രണ്ടാമത്തെ വസ്തുവിന് നമ്മളെങ്ങനെ വില ഇടുക? രണ്ടാമത്തെ വസ്തുവിൻ്റെയും വില പ്രൈസ് എന്ന് തന്നെയാണ് പറയുക, അതുകൊണ്ട് P എന്ന് എഴുതും. രണ്ടാമത്താണെന്ന് കാണിക്കാൻ വേണ്ടി P2 എന്ന് കൊടുക്കും. ഇനി ഇയാളുടെ വരുമാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സുധയുടെ വരുമാനം എത്ര പറഞ്ഞേ? സുധയുടെ വരുമാനം എന്ന് പറയുന്നത് 400 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ 400 രൂപയെ നമ്മുടെ എക്കണോമിക് ടേംസിൽ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. 400 രൂപ എന്ന് പറയുന്നത് എന്താണ്, സുധയുടെ ഇൻകമാണ്. അതിനെ നമ്മൾ M എന്നാണ് സൂചിപ്പിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ 3 ആൾക്കാരുണ്ടല്ലോ, ഈ പറഞ്ഞിരിക്കുന്ന P1, P2 ആൻഡ് M, ഇവരെ 3 പേരെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ബജറ്റിൻ്റെ പരിമിതികൾ. ബജറ്റിൻ്റെ പരിമിതികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ബജറ്റിന് തടസ്സം നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊരു സാധനം കടയിൽ വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് എപ്പോഴും തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ ഇത് രണ്ടുമായിരിക്കും. ഒന്ന് സാധനത്തിൻ്റെ വിലയും, രണ്ടാമതായിട്ട് നമ്മുടെ കയ്യിലുള്ള വരുമാനം. അപ്പോൾ ഈ 2 സാധനങ്ങളെ നമ്മൾ എന്ത് പറയുന്നത്, ബജറ്റിൻ്റെ പരിമിതികൾ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. നമ്മളൊരു കടയിൽ ചെന്നാൽ നമ്മുടെ മോഹങ്ങളെ തടസ്സപ്പെടുന്നതായിരിക്കുക അതിൻ്റെ വിലയും നമ്മുടെ കയ്യിലെ വരുമാനമാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ബജറ്റ് പരിമിതികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്.
നോക്കിക്കോളൂ, ചോദ്യത്തിൽ ആദ്യം നമ്മളോട് പറഞ്ഞിട്ട് ബജറ്റ് ലൈൻ വരക്കുക. ബജറ്റ് ലൈൻ വരക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് HI കാണണം. HI എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. ഞാൻ പറഞ്ഞുതരാം എന്താണ് സംഗതി എന്നുള്ളത്. നമ്മൾ ബജറ്റ് ലൈൻ വരക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബേസിക്കലി അറിയുന്ന കാര്യമാണ്, നമ്മൾ എക്സ് ആക്സിസും അതുപോലെ വൈ ആക്സിസും ഉപയോഗിച്ചിട്ടാണ് വരക്കുക. ഇതിൽ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന ഏതൊരു പോയിന്റിനെയും, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഏത് പോയിന്റ് ആയിക്കോട്ടെ, ആ പോയിന്റുകളെല്ലാം തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയാം. എന്താ പറയുക? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്ന ഏത് പോയിന്റിനെയും നമുക്ക് എന്ത് പറയാം? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ രണ്ടാമത്തെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാൻ വന്നേ, അങ്ങനെയാണെങ്കിൽ സാറേ പിന്നെ എന്താണ് ഈ പറഞ്ഞ വി ഐ എന്ന് പറഞ്ഞാൽ വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സംഗതി ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ വരച്ചിരിക്കുന്ന എക്സും വൈ ഉണ്ടല്ലോ, അത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വരക്കുന്നു. ഈ പറഞ്ഞ എക്സ് അവിടെ നമ്മൾ ടച്ച് ചെയ്യുന്ന പോയിന്റ് HI എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വൈയിലും ടച്ച് ചെയ്യുന്ന പോയിന്റ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. അങ്ങനെ വൈയിൽ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റുകളെ നമ്മൾ വിളിക്കുന്നവരാണ് വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രാഫ് വരക്കുന്ന സമയത്ത് അതിൽ താഴ്ഭാഗത്ത് ടച്ച് ചെയ്യുന്ന എല്ലാ പോയിന്റിനെയും വിളിക്കുന്ന പേരാണ് HI അഥവാ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. ആൻഡ് മുകൾ ഭാഗത്ത് നമ്മൾ ഈ പറഞ്ഞ ലൈൻ കറക്റ്റായിട്ട് വൈ ആക്സിസ് ഉണ്ടാവും അല്ലേ, അവിടെ ടച്ച് ചെയ്യുന്ന പോയിന്റ് പറഞ്ഞാണ് വേർട്ടിക്കൽ ഇൻഡെക്സ് അല്ലെങ്കിൽ വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്നാണ് പറയുക. ഈ രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇത് കാണാൻ കൃത്യമായിട്ട് ഇക്വേഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. HI കാണാനുള്ള ഇക്വേഷൻ മക്കളെ, HI = M/P1. ഇത് എവിടുന്ന സാറേ എമ്മും P1ഉം കിട്ടുക? അതാണ് നമ്മളോട് ആദ്യം കണ്ടുവച്ച കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം, HI = M/P1. അപ്പോൾ എം ഇവിടെ തന്നിട്ടുണ്ട്. എം എത്ര തന്നിരുന്നേ? 400 രൂപ. ഓക്കെ, P1 എത്ര തന്നിട്ടുള്ളത്? 80. അപ്പോൾ 400നെ 80 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 5 എന്നാണ് കിട്ടുക അല്ലേ? 5. അപ്പോൾ 5 യൂണിറ്റാണ് നമുക്ക് മാക്സിമം എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ആപ്പിൾ കംപ്ലീറ്റ് വാങ്ങുകയാണെങ്കിൽ വാങ്ങാൻ പറ്റുക. അതാണ് നമ്മളിവിടെ കൊടുത്തിരുന്ന HI എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ രണ്ടാമതായിട്ട് കണ്ടുപിടിക്കേണ്ട ഒരാളുണ്ട്, അയാളുടെ പേരാണ് VI എന്ന് പറയുന്നത് അല്ലേ? VI കാണാനുള്ള ഇക്വേഷൻ എന്താ? VI = M/P2 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. M/P2 അതും ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു അല്ലേ? അപ്പോൾ എം നമുക്ക് അത് അറിയാൻ എത്രയാണ്? 400 രൂപ. ആൻഡ് P2 പ്രൈസ് എത്രയാണ്? അത് 50 രൂപയാണ് നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ 400/50 എന്ന് പറയുമ്പോൾ 8 യൂണിറ്റ്. ഇത് ഞാൻ ചെയ്ത പോലെ നിങ്ങൾ മനക്കണക്ക് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങളിത് ചെയ്ത് പഠിക്കാൻ. അപ്പോൾ നമ്മൾ രണ്ടാൾക്കാരെ കണ്ടെത്തി. ഇനി നമുക്ക് ഈ ബജറ്റ് ലൈൻ ഈസി ആയിട്ട് വരക്കാം. നോക്കിക്കോളും. അതിനാദ്യം നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മളൊരു ബജറ്റ് ലൈൻ വരക്കുക എന്നുള്ളതാണ്. ആ ബജറ്റ് ലൈൻ ഞാനിവിടെ വരക്കുന്നത് നോക്കിക്കോട്ടോ. നമ്മൾ ആദ്യം വൈ ആക്സും അതിന് ശേഷം നമ്മളിവിടെ എക്സ് ആക്സും വരക്കുന്നുണ്ട്. നിങ്ങളിത് സ്കെയിൽ വെച്ച് വൃത്തിയായിട്ട് വരക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതിൽ ഓരോ സെൻറ്റിമീറ്ററിലും നിങ്ങൾ ഓരോ പോയിന്റ് മാർക്ക് ചെയ്യും. ഇപ്പം ഇത് എക്സ് ആക്സ് ആണെന്നും ഇത് വൈ ആണെന്നും നിങ്ങൾക്കും എനിക്കും അറിയാം. ഇനി നോക്കുക, ഇവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0 എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് പോയിന്റ് 1 സെൻറ്റിമീറ്റർ ഞാൻ 1 എന്ന് കൊടുത്തു, അടുത്ത സെൻറ്റിമീറ്ററിൽ 2 എന്ന് കൊടുത്തു, മൂന്നാമത്തെ സെൻറ്റിമീറ്റർ 3, 4, 5, 6 എന്ന് വരെ കൊടുക്കുന്നുള്ളൂ. കാരണം എന്ന് പറയുന്നത് നമുക്ക് 5 സെൻറ്റിമീറ്റർ വരെ മതി. കാരണം നമ്മളിവിടെ പഠിച്ചു വെച്ചിട്ടുണ്ട് HI എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിൻ്റെ വാല്യൂ നമ്മൾ കണ്ടപ്പോൾ M/P1 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എത്രയാണ്? 400/80. നമ്മുടെ ഉത്തരം 5 യൂണിറ്റ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം 5 യൂണിറ്റ്സ് വരെ നമ്മൾ മാർക്ക് ചെയ്താൽ മതി. 5 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ആ പോയിന്റ് വരിക. ആ പോയിന്റ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, കണ്ടല്ലോ. ഇതാണ് നമ്മുടെ പോയിന്റ്, ഇതാണ് നമ്മുടെ HI എന്ന് പറയുന്ന പോയിന്റ് കേട്ടോ. അപ്പോൾ HI നമ്മളിവിടെ കണ്ടെത്തി കഴിഞ്ഞു. HI കണ്ടെത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബജറ്റിലേ വരക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? VI കണ്ടെത്തണം. VI കണ്ടെത്താൻ എന്ത് ചെയ്യണ്ടേ? VIയിലും നമ്മളിതുപോലെ ഓരോ സെൻറ്റിമീറ്റർ വെച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ആ പോയിന്റ്സ് മാർക്ക് ചെയ്യണം, നോക്കിക്കോളൂ. 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ? നമുക്ക് ഉറപ്പായിട്ട് ഈ പോയിന്റുകളിലൂടെ തികയാതെ വരും. അതുകൊണ്ട് നമ്മുടെ ലൈൻ എന്ത് ചെയ്യുന്നു? ഞാൻ കുറച്ചുകൂടി ലെങ്ത്ത് കൂട്ടുന്നു. ഓക്കെ, നമ്മുടെ ലൈന് ഞാൻ കുറച്ചുകൂടി ലെങ്ത്ത് കൂട്ടി വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി പോയിന്റ്സ് കൂടി മാർക്ക് ചെയ്യാം. അപ്പം 6 വരച്ചു, ദെൻ 7 വരച്ചു, ദെൻ 8 വരച്ചു, ആൻഡ് ഫൈനലി 9 വരച്ചു. ഇതാണ് നമ്മുടെ വൈ ആക്സിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതുവരെ നമ്മൾ മാർക്ക് ചെയ്ത് നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞ വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ ചെയ്തത്? VI = M/P2 ആണ് ചെയ്തത് അല്ലേ? അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. M/P2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 400/50 എത്ര വരും? നമ്മുടെ ഉത്തരം 8 യൂണിറ്റ്സ് എന്നാണ് വരിക അല്ലേ? 8 യൂണിറ്റ് എന്നാണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ 8 യൂണിറ്റ് വരെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതും മാർക്ക് ചെയ്തേക്കാം. ആ 8 യൂണിറ്റ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചു.
അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം, വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആണെന്ന് പറയാം, ഇവിടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ 2 പോയിന്റിനെയും ലൈൻ വെച്ച് നമ്മൾ കണക്ട് ചെയ്താൽ മാത്രം മതി, ഈസി ആയിട്ട് ഇത് വരച്ചു കഴിഞ്ഞു. ഓക്കെ, നിങ്ങളിത് സ്കെയിൽ വെച്ച് വരച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ ലൈൻസ് കിട്ടും. ഈ ലൈൻ നമ്മൾ ഇനി ഇതിൻ്റെ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം. ഇതിൻ്റെ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഏതാണ് നിങ്ങൾ രണ്ടാമത് പഠിക്കേണ്ടായിരുന്നു. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ വരക്കാനും അതുപോലെ HIയും VIയും കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇതിനോടകം പഠിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്ത് വേണ്ടേ, ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം അല്ലേ. സ്ലോപ്പ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, -P1 / P2 എന്നാണ്. ഈ മൈനസ് എന്തിനാണെന്ന് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഈ മൈനസ് വരാനുള്ള കാരണം എന്തോ, താഴത്തേക്കാണ് ഈ ലൈന് പോകുന്നത്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയതാണ് അതിന് മൈനസ് വന്നിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ചെരിവ് എന്താണ്, താഴെ കുത്തനെയാണ് പോകുന്നത്, അതുകൊണ്ടാണ് മൈനസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെരിവ് പോസിറ്റീവ് മുകളിലേക്കാണ് പോയതെങ്കിലോ അത് നമുക്ക് അവിടെ മൈനസ് ചിഹ്നം ഉണ്ടാവില്ല. ഇതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് മനസ്സിലാക്കാം. ഇനി P1 എന്ന് പറഞ്ഞത് മൈനസ് ഞാൻ അവിടെ കൊടുത്തു. P1 എന്ന് പറയുന്നത് എത്രയാണ്, അത് 80 രൂപ. P2 എന്ന് പറഞ്ഞാൽ 50 രൂപ അല്ലേ. രണ്ടിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 8 / 5 എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം ഉറപ്പായിട്ട് ഇത്രയായിരിക്കും 1 പോയിൻറ്റ് സംതിങ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക അല്ലേ. നമ്മുടെ വാല്യൂ എത്ര വരിക, കാൽക്കുലേറ്റർ എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 8 / 5 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എത്ര വരിക, ഈ വാല്യൂ കാൽക്കുലേറ്റർ നോക്കുമ്പോൾ നമ്മുടെ കിട്ടുന്ന വാല്യൂ -1.6 എന്നാണ് കിട്ടുക. ഇവിടെ ഇതിൻ്റെ ചെരിവ് എന്ന് പറയുന്നത് എത്രയാണ്, 1.6 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾ പഠിച്ചത് ബഡ്ജറ്റ് ലൈൻ വരക്കാൻ പഠിച്ചു, ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് ഇനി എഴുതണം. അതുപോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞ ബഡ്ജറ്റ് ലൈൻ്റെ ചെരിവ് നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന തൻ്റെ മുഴുവൻ വരുമാനം ആപ്പിൾ വാങ്ങാൻ മാത്രം ചിലവഴിക്കുകയാണെങ്കിൽ സുധയ്ക്ക് എത്ര കിലോ ആപ്പിൾ വാങ്ങാൻ പറ്റും. ഈ ചോദിച്ച കാര്യം തരോ, നമ്മുടെ HI ആണ് ചോദിച്ചത്. HIയോ അതെങ്ങനെ വരിക ഞാൻ പറഞ്ഞുതരാം. മുഴുവൻ വരുമാനം എന്ന് പറഞ്ഞാൽ 400 രൂപയാണ്. അത് മുഴുവൻ എന്താണ്, ആപ്പിൾ വാങ്ങാൻ വേണ്ടി മാത്രം. ആപ്പിളിന് 80 രൂപയുടെ വില അല്ലേ. അപ്പോൾ M/ P1 ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. 400 ഹരിക്കണം 80 പറയുമ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടിയേ, 5 യൂണിറ്റ്. അപ്പം നമ്മളെന്താ പറഞ്ഞത്, 5 കിലോഗ്രാം ആപ്പിൾ വാങ്ങാൻ പറ്റുന്നതാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. പിന്നെ അതുപോലെ 2 ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ മാറ്റമില്ലാതെ വരുമാനം മാത്രം കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും പറഞ്ഞുതരാം. ഇനി നമുക്ക് ബഡ്ജറ്റ് ലൈൻ്റെ സമവാക്യം എഴുതാം അല്ലേ. ബഡ്ജറ്റ് ലൈൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ കോമൺ ആയിട്ട് എഴുതേണ്ടതാ ഇങ്ങനെയാണ്. ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ വരുന്നത് P1x1 + P2x2 = M എന്നാണ് പറയാം. പക്ഷേ ഇത് പരീക്ഷയ്ക്ക് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സംഖ്യകൾ വെച്ചിട്ടാണ് നമ്മൾ എഴുതാൻ. അത് നമുക്ക് P1 അറിയാം, അത് 80 രൂപയാണ്. ആൻഡ് X1 അതുപോലെ എഴുതാം. പ്ലസ് P2ൻ്റെ വില അറിയാം, അത് എത്രയാണ്, 50 രൂപയാണ്. X2 അതുപോലെ എഴുതാം. ദെൻ നമ്മുടെ വരുമാനം അറിയാം, അത് എത്രയാണ്, 400 രൂപ. ഇത്രയും കാര്യങ്ങൾ എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ആദ്യം പറഞ്ഞ് ഇത് നിങ്ങൾ എഴുതി വെച്ചിട്ട് കാര്യമില്ല, മാർക്ക് കിട്ടില്ല. ഈ പറഞ്ഞതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത് മാർക്ക് കിട്ടണമെങ്കിൽ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മളോട് ചോദിച്ച ചോദ്യങ്ങളുടെ ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. ആദ്യം ബഡ്ജറ്റ് ലൈൻ വരച്ചു, പിന്നെ അതിൻ്റെ ഇക്വേഷൻ എഴുതി, പിന്നെ എന്ത് ചെയ്തു, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന HI കണ്ടുപിടിച്ചു അല്ലേ. HI കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 5 കിലോഗ്രാം എന്ന് ആപ്പിൾ കിട്ടി. ദെൻ അതുപോലെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. പിന്നെന്താ പറഞ്ഞത്, അവരുടെ ബഡ്ജറ്റ് ലൈൻ എന്ത് ചെയ്യുന്നു, ഇൻകം മാത്രം കുറഞ്ഞു എന്നാണ് പറഞ്ഞത് അല്ലേ. ഇൻകം മാത്രം കുറഞ്ഞു, എത്രയായിട്ട്, 200 രൂപയായിട്ട് കുറഞ്ഞു. അപ്പോൾ പുതിയൊരു ബഡ്ജറ്റ് ലൈൻ ഉണ്ടാവും ഉറപ്പല്ലേ. നമ്മളിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന ബഡ്ജറ്റ് ലൈൻ മാറിയിട്ട് പുതിയതൊന്ന് വരും. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എന്താ ചെയ്യേണ്ടത്, സിമ്പിളാണ്. നമ്മൾ അവരുടെ പുതിയ ഇൻകം എത്രയാണ്, അത് നമുക്ക് M1 എന്ന് കൊടുക്കാം. അത് 200 രൂപയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ HI വരും. HI1 എന്ന് ഞാൻ കൊടുക്കുകയാണ്, പുതിയത് കിട്ടിയതുകൊണ്ട്. അപ്പോൾ നമുക്ക് കൊടുക്കാം M1 / P1 ആണ് ചെയ്യേണ്ടത്. M1 എന്ന് പറയുമ്പോൾ എത്രയാണ്, അത് 200 ആണ്. / P1 എന്ന് പറയുമ്പോൾ 80 ആണ് അല്ലേ. അപ്പോൾ എത്ര കിട്ടും, നമുക്ക് 2.5 എന്ന് കിട്ടും. 2.5 യൂണിറ്റ്സ് എന്നാണ് നമുക്ക് കിട്ടുക. ആൻഡ് VI കണ്ടുകൂടെ, യെസ് VIയും പുതിയത് വരും. അപ്പോൾ VI1 എന്ന് കൊടുത്തു. അത് നമ്മളെന്താ ഇക്വേഷൻ, M1 / P2 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പ്രകാരം എന്താവും, 200 / 50 എന്ന് വരും. ഉത്തരം എത്ര വരിക, 4 യൂണിറ്റ്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം തരോ, വരുമാനം നേരെ പകുതിയായി. നോക്കിയാൽ നിങ്ങൾ വരുമാനം ആദ്യം ഉണ്ടായിരുന്ന എത്രയായിരുന്നു, 400 രൂപയായിരുന്നു. അത് നേരെ എത്രയായി, 200 രൂപയായിട്ട് കുറഞ്ഞു, അഥവാ പകുതി അല്ലേ. ഇതിൻ്റെ പകുതിയായിട്ട് കുറയുകയാണ് ചെയ്തത്. അപ്പോൾ അതുവരെ നമ്മൾ വാങ്ങിയിരുന്ന VI എത്രയെന്ന് പറഞ്ഞത് 8 യൂണിറ്റ്, അത് എത്രയായി മാറി, അത് 4 മാറി, അതും പകുതിയായി. അതുപോലെ HI എന്ന് പറയുന്നത് അത് എത്രയായിരുന്നു, അത് 5 യൂണിറ്റ് ആയിരുന്നു, അതും നേരെ പകുതിയായി 2.5 മാറി. അപ്പോൾ വരുമാനം പകുതിയായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിൻ്റെ അളവ് പകുതിയായിട്ട് കുറയും എന്നൊരു റിലേഷൻ കൂടി നിങ്ങൾ പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയത് വരക്കുമ്പോൾ നമുക്ക് എത്ര വരിക, 2.5 നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 2.5 ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, അതുപോലെ 4 ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, പുതിയ ലൈൻ വരക്കണം അല്ലേ.
പുതിയ ബഡ്ജറ്റ് ലൈൻ വരക്കണം. ഇതാണ് നമ്മുടെ പുതിയ ബഡ്ജറ്റ് ലൈൻ വരിക. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പ് കൂടി നമുക്ക് എഴുതിയേക്കാം. ഇതിൻ്റെ സ്ലോപ്പ് എത്ര വരിക? നമുക്ക് സ്ലോപ്പ് സെയിം ആണ്, മാറ്റമൊന്നും ഉണ്ടാവില്ല. കാരണം രണ്ടിൻ്റെയും സ്ലോപ്പ് സെയിം ആയിരിക്കും. കാരണം ഈ പറഞ്ഞിരിക്കുന്നത് -0.16ഉം ഇതിനും -1.6 തന്നെയാണ്. ഇതിനും സെയിം സ്ലോപ്പ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ രണ്ട് ബഡ്ജറ്റ് ലൈൻ നമ്മൾ വരച്ചു. ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് മെയിനായിട്ട് പറഞ്ഞാൽ ഇനി ഇതിന് ലാസ്റ്റായിട്ട് ഒരു ചോദ്യം കൂടി ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ അവസാന ഭാഗത്തൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്. നിങ്ങളിത് തൊട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അതായത് വരുമാനത്തിലും ഓറഞ്ചിൻ്റെ വിലയിൽ മാറ്റമില്ല. വരുമാനം മാറില്ല, ഓറഞ്ചിൻ്റെ വിലയിൽ മാറ്റില്ല. എന്താ പറഞ്ഞത്? വരുമാനം എം എത്രയാണ്? 400 എന്ന് തന്നെ തന്നിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ വില എന്ന് പറയുന്നത് അത് 50 രൂപ എന്ന് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ആപ്പിളിൻ്റെ വില മാത്രം എന്ത് ചെയ്തു? 100 രൂപയായിട്ട് മാറി. ആപ്പിളിൻ്റെ വില അഥവാ നമ്മുടെ P1 എന്നുള്ളത് മാത്രം എന്തായി മാറി? 100 രൂപയായിട്ട് മാറി. എങ്കിൽ പുതിയ ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈനിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുക? ഇത് നിങ്ങൾ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ബഡ്ജറ്റ് ലൈൻ നിങ്ങൾ വരക്കണ്ട, അതെങ്ങനെയായിരിക്കും സംഭവിക്കുന്നത് മാത്രം പറഞ്ഞാൽ മതി. ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾ വരച്ചാൽ മാത്രം മതി. അത് വരച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടിച്ചാൽ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ശരി ഉത്തരം എന്ത് ചെയ്യാം? ഞാനിവിടെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം പറയാൻ കൂടി ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നോട്ട് നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് നോട്ട് കിട്ടുമ്പോൾ എവിടെയാണ് കിട്ടുക? നമ്മുടെ എജുപോർട്ടിന് വേണ്ടി മാത്രം, ഈ പറഞ്ഞ ഓണം എക്സാമിന് വേണ്ടി മാത്രം ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ നോട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചെടുക്കാം. ബഡ്ജറ്റ് ലൈൻ്റെ ചോദ്യം 8 മാർക്കാണ് ചോദിക്കുക. അത് വെച്ച് നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാനും പറ്റും. അപ്പോൾ ഇത് ടേൺ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ പഠിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങൾ പഠിക്കുന്നില്ലേ? നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.